എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ അല്ലെങ്കിൽ ചെയ്യാത്തവരൊക്കെ അത് ചെയ്തേക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനൊക്കെ ഇട്ട് വയ്ക്കണം. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആ സമയത്ത് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ കമൻറ്റ് ഒക്കെ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങളുടെ കാരണം എന്താണ്, അതൊരു തേർഡ് പാർട്ടി ആണെങ്കിൽ അങ്ങനെ, അതല്ല എങ്ങനെയാണ് നിങ്ങളുടെ ആ വിഷമങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകുമോ, നമ്മളുടെ ലൈഫിൽ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒരു സിമ്പിൾ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പം നമുക്കിന്ന് ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാർഡ് ആണ് കിട്ടിയിരിക്കുന്നത്. യെസ്, ചലഞ്ചിങ് ആൻഡ് തിങ്കബിൾ ആയിട്ടുള്ള ഒരു പിന്നെ ഏസ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കാർഡ്. അപ്പോൾ വളരെയധികം ആലോചിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. വല്ലാത്തൊരു പിന്നെ ചലഞ്ച് ചെയ്തിട്ട് ജീവിക്കുന്ന മാതിരി, അല്ലെങ്കിൽ വളരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ആ ബന്ധത്തെക്കുറിച്ച് വല്ലാത്ത ഒരു പ്രശ്നങ്ങൾ ആൾക്ക് ഫീൽ ചെയ്യുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതൊരു ഇൻഫാറ്റുവേഷൻ ആൻഡ് ഒബ്സസ്ഡ് ആയിട്ടുള്ള സ്നേഹം ഉണ്ട് ഇവിടെ എന്ന് കാണിക്കുന്നുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കാം പതിയെ. ഓരോ കാർഡ്സ് എടുക്കട്ടെ. മെൻ്റൽ ഓവർ ലോഡ് ആൻഡ് റിക്കപ്പറേഷൻ. ഓക്കെ, ഓരോ കാർഡ്സ് നോക്കട്ടെ. നൈറ്റ് ഓഫ് സ്വോർഡ്സ്. ഇപ്പോൾ തേർഡ് പാർട്ടി ഉറപ്പായി. ഓക്കെ, അപ്പം നമുക്ക് ഇത്തരം കാർഡ്സ് എടുത്തിട്ട് പിന്നെ ബാക്കി നോക്കാം. അപ്പം നമുക്ക് ഇത്രയും കാർഡ്സാണ് നമ്മൾ എടുക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞു ചലഞ്ചിങ് ആൻഡ് തിങ്കബിൾ ലവ്. അപ്പോൾ ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും വല്ലാതെ അസ്വസ്ഥനാവുന്നു ആൾ എന്നാണ്. ഏതോ ഒരു ബന്ധത്തെക്കുറിച്ച് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ബന്ധം എന്ന് പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി തന്നെയാണെന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്നേഹം, വളരെ ഇംപേഷ്യൻസ് ആയിട്ടിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ്. കാരണം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പിന്നെ നിങ്ങളെക്കുറിച്ച് രണ്ടുപേരെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചും ആ തേർഡ് പാർട്ടിയെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ വെച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു സ്നേഹം തരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ പിന്നെ ആ ആഗ്രഹം പക്ഷേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അത് തരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ തേർഡ് പാർട്ടി അതിനെ സമ്മതിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി ഏത് സമയവും ഈ ആളെ പിന്നെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരോ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അടുത്ത ആവശ്യം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് ഇപ്പോൾ വളരെ, അതാണ് ചാലഞ്ചിങ് ആൻഡ് തിങ്കബിൾ എന്ന് പറഞ്ഞത്. വളരെയധികം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിധിയാണ് ഇത്, എന്താ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെയൊക്കെ വന്ന കാരണം, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. മെൻ്റൽ ഓവർലോഡ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് സ്വോർഡാണ്. മെൻ്റൽ ഓവർലോഡ്, മനസ്സിന് ഇപ്പോൾ വളരെ താങ്ങാൻ കഴിയാത്ത അത്രയും ഓവർലോഡ് ആയിരിക്കുന്നു ഈ ബന്ധം എന്ന് കാണിക്കുന്നുണ്ട്. ഇൻഫാറ്റുവേഷൻ ആൻഡ് ഒബ്സസ്ഡ് ലവ്, ഈ സ്നേഹം കൊണ്ട് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം, തേർഡ് പാർട്ടി ശക്തമാണെന്ന് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നിസ്സഹായതാവസ്ഥയിലും കൂടിയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണിക്കുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ്, തോട്ട്ഫുൾ ആൻഡ് പ്രോഗ്രസീവ് ലവ്. ഇത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല മെമ്മറീസാണ് വരുന്നത്. വളരെ വിഷമമാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല ഇനിയിപ്പോൾ. അതിൽ നിന്ന് ആ ഒരു വല്ലാത്ത ഒരു
സ്ട്രഗിളിൽ നിന്ന് പുറത്ത് കടന്ന് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ട്. അതിനൊരു ബലം കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു ടൈം കാത്തിരിക്കുന്നു. എനിക്കിത് ഇവിടെ നിന്നിട്ട് രക്ഷപ്പെടണം എന്നുള്ള അഭിവാഞ്ച ഒരു വശത്തുണ്ട്. എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആ ചിന്തയിൽ ഇരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ശരിക്കും ഓവർ ബർഡൻഡ് ആൻഡ് സ്ട്രഗ്ലിംഗ് ആയിരിക്കുന്നു ഈ സ്നേഹം എന്ന് കാണിക്കുന്നത്. 10 ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഓവർ ബർഡൻ ആയിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു ബന്ധം കൊണ്ട് ആൾക്ക് പൊറുതിമുട്ടിയിരിക്കുന്നു, വളരെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഹോൾ ഹാർട്ടഡ് ആൻഡ് ഫിയർലെസ് ലവ് നിങ്ങൾക്ക് തരണമെന്നുണ്ട്. മനസ്സിലായില്ലേ? ഹോൾ ഹാർട്ടഡായിട്ട് ക്യൂൻ ഓഫ് വൻസ് ആണ്. നിങ്ങളെ ഹൃദയം തുറന്ന് എല്ലാ സ്നേഹവും നിങ്ങളിലേക്ക് ഒഴുക്കി വിടണം എന്നുണ്ട്. വളരെ ഫിയർലെസ് ആയിട്ട്, കാരണം ഭയമില്ലാതെ നിങ്ങളെ സ്നേഹിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ ഭയമാണിപ്പോൾ. കാരണം എന്താണ്? ഈ തേർഡ് പാർട്ടി അത്രയും ശക്തമാണ്. ഒരു കാര്യത്തിലും ഒന്ന് അനങ്ങാൻ, അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും അനുവദിക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് നിങ്ങളുമായിട്ട് ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോഴുണ്ടാവും അവിടെ അതിനെന്തെങ്കിലും ഒരു തടസ്സമായിട്ട് ഈ തേർഡ് പാർട്ടി നിൽക്കുന്നു. അപ്പം നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും ഈ ആൾക്കിപ്പോൾ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി ഇനി എന്താണ് അടുത്ത നീക്കം എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇനി എന്താണ്, ഒരു ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, എന്നും ഇങ്ങനെ തന്നെ തുടരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആൾ വളരെ സൈലൻ്റ് ആയിരിക്കുന്നു ഇപ്പോൾ എന്നാണ്. ദ ഹാങ് മാൻ വന്നിട്ടുണ്ട്. സ്റ്റാഗ്നേഷൻ ആൻഡ് മെഡിഫിക്കേഷൻ. വളരെ ഇരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. എന്തെല്ലാം വന്നാലും ശരി, കുല്ലിങ്ങില്ല എന്നുള്ളിടത്തേക്കാണ് ഇപ്പോൾ. കാരണം എന്തൊക്കെ തേർഡ് പാർട്ടി അവിടെ കടന്നുകൊണ്ട് ഏത് അർത്ഥത്തിലൊക്കെ കളിച്ചാലും, ഏത് അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയാലും ശരി, ഈ വ്യക്തി അനങ്ങൂല. അനങ്ങാപ്പാറ നയം എടുത്തിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണിക്കുന്നത്. വളരെയധികം മെഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മെഡിറ്റേഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഇതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി, ഇതൊന്ന് റിമൂവായി കിട്ടിയാൽ മതി എന്നുള്ളിടത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തേർഡ് പാർട്ടി റിമൂവിന് വേണ്ടിയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി ഒന്ന് റിമൂവ് ചെയ്ത് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ റിമൂവായി പോകാൻ വേണ്ടിയിട്ട് വളരെ അധികം സഹിച്ചു മടുത്തിട്ട് അവസാനം എന്തായി, ഇപ്പോൾ ഇതൊന്നും പോയി കിട്ടിയാൽ മതി തലയിൽ നിന്ന് എന്ന അവസ്ഥയിൽ ആയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ കൂടെ താമസിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഇത് സിംഗിൾ, അതുപോലെ തന്നെ മാരീഡ് ഫാമിലി ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അതുപോലെ ഇനിയിപ്പം മറ്റ് അതർ റിലേഷൻഷിപ്സ്, എക്സ്ട്രാ മാരിറ്റൽ, ഇത് ഏത് ബന്ധമാണെങ്കിലും ശരി, തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ശക്തി ഒരു പക്ഷേ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. ഫാമിലിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. എങ്കിലും ഈ ഒരു ബന്ധം ഇയാളെ കാർന്നു തിന്നുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്. കോമ്പറ്റബിൾ ആൻഡ് സെൻസുവൽ ലവ്. നിങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ആൾ ഒരു എംപ്രസ് ആണ് നിങ്ങൾ എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ദൈവ സ്നേഹം, അതുപോലെ തന്നെ നിങ്ങളുടെ നർച്ചറിങ് പവർ, നിങ്ങളുടെ ആ ഒരു ഇടപെടൽ, നിങ്ങളുടെ എന്താ പറയുക, നമ്മളുടെ എപ്പോഴും നമ്മളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മൾ പെരുമാറുന്ന രീതി, നമ്മളുടെ ആ ഒരു സൈലൻസ്, നമ്മളുടെ ക്ഷമ, ഇതെല്ലാം തന്നെ ഭയങ്കര ക്വാളിറ്റിയാണ്. അറിവ്, അതുപോലെ തന്നെ നമ്മളുടെ പ്രോസ്പെരിറ്റി, അബണ്ടൻസ്, അതുപോലെ എല്ലാം, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, കരുണ, സമൂഹത്തിനോട്. അപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണത്. ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇത്രയും നല്ല ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു ഏടാകൂടത്തിൽ പെട്ടുപോയത്. അതിനിവിടെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കാർമിക്കാണത്. അത് കാർമിക് ബന്ധമാണ് എന്ന് കാണിക്കുന്നുണ്ടത്. അത് കാർമിക് ബന്ധമാണ്. ആ ബന്ധം വന്ന് പല ലെസൺസും ഈ വ്യക്തി പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങളും അതനുഭവിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണത്. നമ്മൾ എത്ര നല്ലവരായിട്ടോ അല്ലെങ്കിൽ എത്ര നല്ല ബന്ധമാണ് നമ്മളുടെ കൂടെ ഉള്ളത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില സന്ദർഭങ്ങൾ നമുക്ക് തരുന്ന പാഠങ്ങൾ അത് ഉൾക്കൊള്ളാൻ, അത് പഠിക്കാൻ, ക്ഷമ പഠിക്കാൻ, നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് ചിലപ്പോൾ എത്ര ക്ഷമയുള്ളവരാണെങ്കിലും ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകും. കാരണം ചില സാഹചര്യങ്ങൾ കൊണ്ടാണത്. അപ്പോൾ അല്ലാതെ ആളുടെ ക്വാളിറ്റി കുറവുകൊണ്ടല്ല. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ വീണ്ടും 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 ഇത് നമ്മൾ ഉൾക്കൊള്ളുവാനും, നമ്മൾ ആ ലെസണിലൂടെ കടന്നു പോകാനും, പ്യുവറായിട്ടുള്ള നമ്മുടെ സോളിനെ പരിവർത്തനം ചെയ്യുവാനും വേണ്ടിയാണ് എന്ന് തന്നെയാണ് ഇവിടെ ഈ കാർഡ് കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇട്ട റീഡിങ്ങിൻ്റെ ബാലൻസ് ആയിട്ട് തന്നെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് എനിക്ക്. ഓക്കെ,
നെക്സ്റ്റ് ടു ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അട്രാക്ഷൻ ആൻഡ് ന്യൂ സ്പാർക്ക്. നിങ്ങളോടുള്ള ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് ഇപ്പോൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ ശരി, പണ്ട് ഇത്ര തന്നെ നിങ്ങളോട് തോന്നിയിരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം വെച്ചാൽ അങ്ങനെയാണല്ലോ, നമ്മുടെ സ്വന്തം ഒരു സാധനം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മുടേത് സ്വന്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ആ ഒരു പിന്നെ പകിട്ടൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ രീതിയിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ അതല്ല. കാരണം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി, വെപ്രാളം എല്ലാം കൊണ്ടും ഒരു വല്ലാത്തൊരു സ്പാർക്ക് വന്നിരിക്കുന്നു എന്നാണ്. നിങ്ങളോടുള്ള സ്നേഹത്തിന് ഭയങ്കര അട്രാക്ഷനും ഉണ്ട് ഇപ്പോൾ. ഇവിടെ ന്യൂ ബിഗിനിങ് വന്നിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ സിംഗിൾസ് ഓർ എക്സ്ട്രാ മാരിറ്റൽ അതേമാതിരിയുള്ള അല്ലെങ്കിൽ അത് റിലേഷൻഷിപ്പ് നിങ്ങൾ ഏതായാലും നിങ്ങൾക്കിവിടെ ഒരു പിന്നെ എന്താ പറയുക, അഡ്വഞ്ചറസ് ലൈഫ്. ദ ഫൂൾ വന്നിട്ടുണ്ട്. ഫൂൾ എന്ന് പറയുമ്പോഴത്തേന് ഒരു റിയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പിന്നെ കാൽവയ്പ്, ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് പോകുന്നു നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു യൂണിയന് സമയമായിരിക്കുന്നു. ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പം പിന്നെ ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമത്തിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരുന്നു. നിങ്ങളുമായിട്ട് പുതിയ ഒരു പിന്നെ ലൈഫ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം കാണിക്കുന്നുണ്ട്. ഇത് ലവറാണ് കാണിക്കുന്നത്. പിന്നെ അഫെക്ഷനേറ്റ് ആൻഡ് കമ്മിറ്റഡ് ലവ് ആണിത്. കാരണം എന്താ വെച്ചാൽ ഇത് മുജന്മത്തിലുള്ള ബന്ധമാണ്, പാസ്റ്റ് ലൈഫ് ബന്ധമാണ്. ഈ ബന്ധം എന്ന് പറയുന്നത് സോൾമേറ്റ്, ടിൻ ഫ്ലെയിം എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബന്ധത്തിനെ ഒരിക്കലും തന്നെ കുറച്ച് കാണിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എത്ര മാറി നിന്നത്, അതാണ് നേരത്തെ ഈ ടിൻ ഫ്ലെയിം ഒക്കെ ആണെങ്കിൽ സെപ്പറേഷൻ കാര്യങ്ങൾ മസ്റ്റാണ്, അത് വരും. കാരണം അത് പാഠങ്ങൾ പഠിക്കാനാണ്. നമ്മളുടെ ലൈഫിലെ നമ്മളെ വീണ്ടും 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 നമ്മൾ ആരാകാനാണോ ഡിവൈൻ്റെ പദ്ധതി അതാകാൻ വേണ്ടി നമ്മളെ ഇങ്ങനെ അവരുടെ പ്ലാനാണത്. അപ്പോൾ ഈ ഒരു കാർഡ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാം, ഇവിടെ ആര് വിചാരിച്ചാലും നിങ്ങളെ അകറ്റാൻ സാധിക്കില്ല എന്നുള്ള കാര്യം. തേർഡ് പാർട്ടി അല്ല, ഇനി അത് ഇതിൻ്റെ അപ്പുറത്തെ ആൾ വന്നാലും ശരി, ഇത് സാധിക്കില്ല എന്നതിനാണ് ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള ഒരു സ്നേഹം ആണ്. അപ്പം നിങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം പറഞ്ഞു എംപ്രസ് ആണെന്ന്, ഇപ്പോൾ നിങ്ങളുടെ ഒരു രാജ്ഞിയുടെ ആ ഒരു പവറിൽ ഇരിക്കുന്ന ഒരു ക്യൂണായിട്ടിരിക്കുന്നു. ടു ഓഫ് കപ്സ് വന്നിട്ട് ഇമോഷണൽ ഡിസിഷൻ ആൻഡ് യൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോരും എന്നുള്ളിടത്തേക്ക് സംശയമില്ല. അങ്ങനെ ആരെങ്കിലും ബന്ധങ്ങൾ, നിങ്ങൾ പല ആളുകളുടെ കമൻറ്റ് കാണാറുണ്ട്, പിന്നെ അങ്ങനെ ഫീൽ ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ആളുകളെല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു സമയം ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തടുത്തടുത്ത നമ്മുടെ 2-3 റീഡിങ്ങിലൊക്കെ ഈ കാർഡ്സ് ഇങ്ങനെ വരുന്നുണ്ട്. 4 ഓഫ് വാൻസ് ബ്ലിസ്ഫുൾ ആൻഡ് അക്കംപ്ലിഷ്ഡ് ലവ്. സിംഗിൾസ് നിങ്ങൾക്ക് സമാധാനിക്കാം. കാരണം നിങ്ങളുടെ പിന്നെ ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു മാരേജ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ആ രീതിയിൽ വരാൻ പോകുന്നു എന്നാണ്. കാരണം ചില വിവാഹമാണ് കാണിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ബ്ലിസ്ഫുൾ ആൻഡ് അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ സ്നേഹം പവിത്രമാണ്, ആ സ്നേഹം ബ്ലിസ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹിക്കപ്പെട്ട ബന്ധത്തിന് ഈശ്വരൻ്റെ കയ്യൊപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല പിന്നെ ഫാമിലി ആണെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ ആ കാർഡ് വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സ് ആണ്. ഡൊമസ്റ്റിക് ബ്ലിസ് ആൻഡ് എംബ്രേസിങ് ലവ്. ഇത് പിന്നെ നമുക്ക് ഗൈഡൻസ് ആണ്. അപ്പോൾ ലാസ്റ്റ് കാർഡാണ് 10 ഓഫ് കപ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും ശരി, നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് കടന്നു വരുന്നു എന്നാണ്. അതായത് നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹമുള്ളൊരു ബന്ധം, പിന്നെ വളരെ എംബ്രേസിങ് ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഇതിൽ കൂടുതൽ നമുക്ക് കാർഡ് കിട്ടാനില്ല. കംപ്ലീഷനാണ്. 10 ആണ് വന്നിരിക്കുന്നത്, കംപ്ലീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സിമ്പിളായിട്ടുള്ള ഒരു റീഡിങ്ങാണ് ഞാൻ എടുത്തത്. ജസ്റ്റ് കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു റീഡിങ്. അപ്പോൾ ആ റീഡിങ്ങിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഏതോ ഒരു പിന്നെ ജീവിതത്തിൽ എപ്പോഴോ ഉണ്ടായിപ്പോയ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളായിരിക്കാം, എങ്ങനെയോ വന്ന് ചേർന്ന ഒരു ബന്ധം, അത് അതിശക്തമായിരുന്നു. ആ ബന്ധം വളരെയധികം മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഇപ്പോൾ പോകുന്നത് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ വല്ലാതെ അത് പിന്നെ വേദനിപ്പിച്ചുകൊണ്ടാണ്, അല്ലാതെ ഹരാസ് ചെയ്തുകൊണ്ടാണ്, പിന്നെ ട്രോമയിലൂടെ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മടുത്തു, പിന്നെ അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ആർക്കൊക്കെയാണ് റെസനേറ്റ് ആവുന്നതെന്ന് അറിയില്ല, റെസനേറ്റ് ആവുന്നവരെടുക്കും, അല്ലാത്തവരെല്ലാം വിട്ടേക്കും കേട്ടോ.
ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.